നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 13 വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ജ്യോതിഷ ആചാര്യന്മാർ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: നവഗ്രഹങ്ങളുടെ അനുകൂലമായ സ്വാധീനം കൊണ്ടാണ് മനുഷ്യജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതെന്നും പ്രതികൂലമായ സ്വാധീനം കൊണ്ടാണ് മനുഷ്യജീവിതത്തിൽ ദോഷങ്ങൾ വന്നു ഭവിക്കുന്നതെന്നും എഴുതി വച്ചിട്ടുണ്ട്. അത് ജ്യോതിഷത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം 2025 മാർച്ച് മാസം 13 വ്യാഴാഴ്ച ദിവസം അഥവാ 1200 ആണ്ട് കുംഭമാസം 29 പുലർച്ചെ 4:07 ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രം ഉദിച്ചു വരികയാണ്. ഇങ്ങനെ പൂരം നക്ഷത്രം ഉദിച്ചുയർന്ന് ഈ നക്ഷത്രം അവസാനിക്കുന്നത് തൊട്ടടുത്ത ദിവസമായ വെള്ളിയാഴ്ച ദിവസം പുലർച്ചെ 6:21 അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത, ഈ നക്ഷത്രം ഈ ചിങ്ങൻ രാശിയിൽ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ കുറേ നാളുകാരുടെ ജീവിതത്തിൽ 27 നക്ഷത്രങ്ങളിൽപ്പെട്ട 7 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഏകദേശം 26 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യമുണ്ട്. ഈ നക്ഷത്രം ഉദിച്ച് അവസാനിക്കുന്ന സമയം വരെയുള്ള ദൈർഘ്യം 26 മണിക്കൂർ 14 മിനിറ്റ് ഉണ്ട്. ഈ 26 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് ഈ 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, ഈ 7 നാളുകാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക. അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുക, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുക, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ധനം കൊണ്ടും തൊഴിൽ കൊണ്ടും കുടുംബം കൊണ്ടും ജീവിതം കൊണ്ടും ദാമ്പത്യം കൊണ്ടും മക്കളെ കൊണ്ടുമുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ അവർക്കെല്ലാം അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. ആ നക്ഷത്രം ഉദിച്ചുയർന്ന് അവസാനിക്കുന്നവരെയുള്ള സമയം വലിയൊരു നേട്ടത്തിൻ്റെ സമയമാണ്. അതൊരു ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയാണ്. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം പുലർച്ചെ 4:07 മുതൽ തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:21 വരെയുള്ള സമയത്ത് തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, മകം ഈ 7 നാളുകാരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതാവഹമായ, ആശ്ചര്യം തോന്നുന്ന വിധത്തിലുള്ള വണ്ടർഫുള്ളായിട്ടുള്ള, അമേസിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതാണ് ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ ദശാകാലത്തിൻ്റെ സമയം ദോഷം കൊണ്ടോ അല്ലെങ്കിൽ സമയ നേട്ടം കൊണ്ടോ അപഹാരത്തിൻ്റെ സമയ ദോഷം കൊണ്ടോ നേട്ടം കൊണ്ടോ ഒക്കെ ഉള്ള അനുഭവമാണെങ്കിൽ പോലും, നേട്ടമാകട്ടെ കോട്ടമാകട്ടെ അവരുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ പോലും, ഈ നക്ഷത്രം ഉദിച്ചുയരുമ്പോൾ ഈ 26 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം സംഭവിക്കുകയാണ്. വലിയൊരു നേട്ടം സംഭവിക്കുന്ന കാലയളവാണ്. അങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 7 നാളുകാർക്ക് ഗുണകരമായ അനുഭവങ്ങൾ, അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച പുലർച്ചെ 4:07 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 6:21 വരെയുള്ള പൂര നക്ഷത്ര സമയം എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരുണ്ട്. അതും അറിഞ്ഞിരിക്കണം. തിരുവോണം, ആയില്യം, പുണർതം, മകയിരം എന്നീ 4 നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെയാണ് ജ്യോതിഷാചാര്യന്മാർ പറയുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ ഇവരെ തേടി വരുന്ന സമയമാണ്, സൂക്ഷിക്കണം, പ്രശ്നങ്ങളിലൊക്കെ പോയി ചാടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, തിരുവോണം, ആയില്യം, പുണർതം, മകയിരം എന്നീ നാളുകാർക്ക് ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രം ഉദിച്ചു വരുന്ന വ്യാഴാഴ്ച പുലർച്ചെ 4:07 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 6:21 വരെയുള്ള സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. സൂര്യൻ ഉദിക്കുന്ന സമയം രാവിലെ 6:33 അസ്തമിക്കുന്ന സമയം വൈകുന്നേരം 6:30 പക്ഷെങ്കിൽ വ്യാഴാഴ്ച പുലർച്ചെ 4:07 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 6:21 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സാധാരണ ജീവിത അനുഭവമായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ 7, 4, 11 പോയിട്ട് 16 നാളുകാർക്ക് പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും ഒക്കെ അനുഭവങ്ങൾ വന്നു ചേരാം. സാധാരണ ജീവിത അനുഭവമായിട്ട് അവരുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ജ്യോതിഷാചാര്യന്മാർ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ നക്ഷത്ര സമയം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച പുലർച്ചെ 4:07 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 6:21 വരെയുള്ള സമയമാണല്ലോ.
26 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യമുണ്ടല്ലോ. ഈ സമയം അത്രയും ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ അനുകൂലമായ സമയമല്ല എന്നുള്ളത് ജ്യോതിഷാചാര്യന്മാർ പ്രത്യേകിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തിൽ നിന്നും 26 മണിക്കൂർ 14 മിനിറ്റിൽ നിന്നും ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. വ്യാഴാഴ്ച രാവിലെ 6:33 മുതൽ 9:33 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യുക. പിന്നീട് 11:03 മുതൽ ഉച്ചകഴിഞ്ഞ് 2:03 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യുക. ശുഭകാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സമയം ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയത്ത് ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്നുള്ളതാണ് ജ്യോതിഷാചാര്യന്മാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആ നക്ഷത്രം പൂരം നക്ഷത്രം 26 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യത്തിലാണ് നിൽക്കുന്നത് ചിങ്ങൻ രാശിയിൽ. അപ്പോൾ ഈ സമയത്ത് മുഴുവൻ സമയവും ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ അനുകൂലമായ സമയമല്ല. അഥവാ ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സൂര്യൻ ഉദിക്കുന്ന രാവിലെ 6:33 മുതൽ അസ്തമിക്കുന്ന വൈകുന്നേരം 6:30 വരെയുള്ള സമയത്തും ശുഭകാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ കുറഞ്ഞ ഒരു സമയമാണ് അതിനുവേണ്ടി വളരെ ആക്യുറേറ്റായിട്ട് അവർ ഗണിച്ച് തന്നിരിക്കുന്നത്. ആ സമയത്ത് കാര്യങ്ങൾ ചെയ്യുക. ഇനി സംഖ്യാശാസ്ത്രം എന്ന് പറയുന്ന ജ്യോതിഷത്തിൻ്റെ മറ്റൊരു ഉപവിഭാഗമുണ്ട്. ആ അഭിപ്രായം കൂടെ കേൾക്കുക. സംഖ്യാശാസ്ത്രപ്രകാരം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. തീയതി 13 ഒറ്റസംഖ്യയാക്കുമ്പോൾ 4 വരും. ഏതൊരു മാസത്തെയും 4, 13, 22 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യകളൊക്കെ അല്ലെങ്കിൽ ഈ തീയതിയൊക്കെ ഒറ്റസംഖ്യയാക്കുമ്പോൾ 4 വരും. അപ്രകാരം ഈ വ്യാഴാഴ്ച ദിവസം അനുകൂലമായ ദിവസമല്ല, പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. അതിൻ്റെ പരിഹാരം പറയുന്നത് മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും, പ്രതികൂലമായിട്ടൊന്നും വന്നു ചേരത്തില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഈ വ്യാഴാഴ്ച ദിവസം അനുകൂലമല്ല, പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക. അതിന് പരിഹാരമായിട്ട് പറയുന്നത് മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം തന്നെ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ അനുകൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാ ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. സംഖ്യാശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ ഹസ്തരേഖാശാസ്ത്രമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടേതായ അഭിപ്രായം പറയുന്നു. ഞാനിവിടെ സംഖ്യാശാസ്ത്രം മാത്രമാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ പറയുന്ന മറ്റൊരു ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വ്യാഴാഴ്ച ദിവസം പൂരം നക്ഷത്രമാണല്ലോ. വ്യാഴാഴ്ച ദിവസം രാവിലെ 4:07 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 6:21 വരെയുള്ള നക്ഷത്രം പൂരം നക്ഷത്രമാണ്. അപ്പോൾ ഈ പൂരം നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ, ധനത്തെക്കുറിച്ച് മാത്രം എടുക്കുകയാണ്. കാരണം ധനമില്ലാതെ ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ധനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നക്ഷത്രപ്പൊരുത്തം കൊണ്ട് ഏതൊക്കെ നാളുകാർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ നേട്ടമുണ്ട്. 7 നാളുകാർക്ക് എല്ലാം കൊണ്ടും നേട്ടമാണെന്ന് പറഞ്ഞു. എങ്കിലും ചില നിയമങ്ങൾ പ്രകാരം ജ്യോതിഷത്തിലെ ചില വ്യവസ്ഥകൾ കൊണ്ട് ധനപ്പൊരുത്തം വന്നു ചേരുന്നുണ്ട്, ദാമ്പത്യപ്പൊരുത്തം വന്നു ചേരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ഉള്ള പൊരുത്തമുണ്ട്. അത് നക്ഷത്രങ്ങൾ ചില രീതികളിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ പൊരുത്തം വന്നു ചേരുന്നു. അപ്പോൾ ധനപരമായ പൊരുത്തത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ധനപരമായ പൊരുത്തം പൂരം നക്ഷത്രപ്രകാരം വന്നു ചേരുന്ന നാളുകാർ മകം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ മകം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂരം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ധനപരമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. ധനപരമായ കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ അതറിയുക. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ലോട്ടറി ഭാഗ്യം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതങ്കാൽ, പൂയം, ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ധനുക്കുറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വൃശ്ചികക്കുറുകാർക്കും ഒരു പരിധിവരെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഏറ്റവും കൂടുതൽ
ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹനങ്ങളൊക്കെ നൽകുക. നന്ദി നമസ്കാരത്തോടു കൂടി നിർത്തട്ടെ. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.